നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇറാനിലേക്കാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ചരിത്രപരമായിട്ടുള്ള ഗസ സമാധാന കരാറിന് ശേഷം ഇറാന്റെ ആദ്യത്തെ ഔദ്യോഗിക പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇറാന്റെ പ്രതികരണം ഈ ഒരു കരാർ സംബന്ധിച്ച് നമ്മൾ പ്രാധാന്യത്തോടെ കാണണമെന്ന് ചോദിച്ചാൽ, ആ ഒരു മേഖലയിലെ തന്നെ വൻ ശക്തിയാണ് ഇറാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നതും ഇതേ ഇറാനിൽ നിന്ന് തന്നെയാണ്. ഗസയിൽ ഉപയോഗിക്കുന്ന റോക്കറ്റുകൾ, അവയുടെ ടെക്നോളജി, ഇവയെല്ലാം തന്നെ ഇറാനിൽ നിന്നാണ് എന്ന് കണ്ടെത്തിയത് മറ്റാരുമല്ല, അത് ഇസ്രായേലിന്റെ തന്നെ ഇന്റലിജൻസ് ഏജൻസികളാണ്. അവരുടെ റിപ്പോർട്ടുകളിൽ അങ്ങനെയാണ് പറയുന്നത്. ഇവയെല്ലാം കൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കിയ ഒരു പ്രതികരണമാണ് ഇറാൻ ഈ ഒരു കരാറിനെ കുറിച്ച് എന്താണ് പറയാൻ പോകുന്നതെന്ന്. ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് ഇത് പാലസ്തീനികളുടെ പ്രതിരോധത്തിന്റെ വിജയമാണ് എന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഇറാനിലെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. ഇറാനിലെ മാധ്യമങ്ങൾ അവർ പറയുന്നത് ഈ കരാർ എന്നുള്ളത് അമേരിക്കയുടെ കുടിലതന്ത്രമാണ് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ, ഇറാനിലെ എല്ലാ മാധ്യമങ്ങളുമല്ല, ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് അമേരിക്കയുടെ കുടിലതന്ത്രമാണ് എന്നാണ്. അത്തരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് അമേരിക്കയും അതുപോലെ തന്നെ അറബ് ഭരണാധികാരികളും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു കരാറാണ്. ഇത് പാലസ്തീനിയൻ ജനങ്ങളുടെ അവരുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു കരാറേ അല്ല എന്നാണ് ഇത്തരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം വരുന്നത് അവർ ഈ കരാറിനെ സ്വാഗതം ചെയ്യുന്നു എന്ന രീതി, അങ്ങനെ ഒരു പ്രതികരണമാണ് ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രകടിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഗസ സമാധാന സമ്മേളനത്തിൽ അതിൽ പങ്കെടുത്തിട്ടില്ല. ഈ സമ്മേളനം നടക്കുന്നത് അത് ഈജിപ്തിലാണ്. അതുപോലെ തന്നെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള പ്രമുഖ നേതാക്കൾ, അതിലൊന്ന് തുർക്കിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള തയ്യബ് എർദോഗാനും അതുപോലെ തന്നെ പാലസ്തീനിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള മെഹ്മൂദ് അബ്ബാസും ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഈ ഒരു സമ്മേളനത്തിന്റെ തന്നെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗസയിലെ പോസ്റ്റ് വാർ സമാധാന പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഇത്തരം ഒരു സമ്മേളനത്തിൽ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കേണ്ടതാണ്. എന്നാൽ അവസാന മിനിറ്റിൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു സമ്മേളനം ഒഴിവാക്കി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിക്കാർ, അവരെ സംബന്ധിച്ച് നെതന്യാഹുവും അതുപോലെ തന്നെ അബ്ബാസിയും ഒരുമിച്ച് കാണുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നെ നെതന്യാഹുവിന് തന്നെ വിനയാകും. കാരണം യുദ്ധം അവസാനിച്ച് കഴിഞ്ഞതോടുകൂടി തന്നെ നെതന്യാഹുവിന്റെ സ്ഥാനത്തിന്, അദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർ എന്നുള്ള ആ ഒരു സ്ഥാനത്തിന് ചെറുതായെങ്കിലും ഇളക്കം തട്ടിയിട്ടുണ്ട്. കാരണം ഇസ്രായേലിനകത്ത് തന്നെ നിരവധി കേസുകൾ നെതന്യാഹുവിനെതിരെ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതിനു പുറമെ സ്വന്തം പാർട്ടിക്കാരുടെ തന്നെ വെറുപ്പ്, എന്തിനു വാങ്ങിച്ചു കൂട്ടണം എന്നൊരു ചിന്ത നെതന്യാഹുവിന് തോന്നിയത് കൊണ്ടാകാം, അത് മുൻനിർത്തിയായിരിക്കാം ഇത്തരം ഒരു സമ്മേളനത്തിൽ നെതന്യാഹു പങ്കെടുക്കാതിരുന്നത്. മറ്റൊരു വാർത്ത, ഏകദേശം 2000-ഓളം പാലസ്തീനികൾ ഇപ്പോൾ ഇസ്രായേലിന്റെ തടവറയിൽ നിന്ന് മോചിതരായിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് സീസ്ഫയറിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്ര വലിയ രീതിയിലുള്ള ഒരു ബന്ദി കൈമാറ്റം നടന്നിരിക്കുന്നത്. ഗസയിൽ ഇത്തരം ഒരു ബന്ദിമോചനത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ നടന്നു. നിരവധി ജനങ്ങളാണ് തെരുവിലിറങ്ങി ആഘോഷത്തിൽ പങ്കെടുത്തത്. ഇതിനെ തുടർന്ന് കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ആ മേഖല മുഴുവനും. മാധ്യമങ്ങൾക്ക് പോലും റെസ്ട്രിക്റ്റഡ് ആക്സസ് മാത്രമേ ഈ ഒരു മേഖലയിലേക്ക് നൽകിയിരുന്നുള്ളൂ. ചില വിഷ്വൽസും അതുപോലെ തന്നെ ഇമേജസും മാത്രമേ അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളൂ.